ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഞാൻ ഒരിക്കലും ഒരു സ്വപ്നജീവിയല്ല. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ചെയ്യുന്ന ഏത് ജോലിയാണെങ്കിലും വളരെ സിൻസിയറായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത. അപ്പോൾ അത് കാരണം അത്തരം ചിന്തയിൽ ഞാൻ പോയിട്ടില്ല. ഇപ്പോൾ അവാർഡ് കിട്ടിയപ്പോൾ ഈശ്വര എനിക്ക് ആക്ടിങ്ങിൽ കിട്ടിയില്ലല്ലോ, അല്ലെങ്കിൽ ഡബ്ബിങ്ങിനാണല്ലോ കിട്ടിയത് എന്ന് ഡബ്ബിങ്ങിനെ താഴ്ത്തി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത്തരം ഒരു തോട്ട് എനിക്ക് പോയിട്ടില്ല. ഐ എം സോ ഹാപ്പി. വളരെ എന്താ പറയുക, അഭിമാനം തോന്നുന്നു. ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊരു പ്രൊഫഷണലി നമുക്കൊരു ഇപ്പം ഞാൻ ബേസിക്കലി ഒരു ആക്ടറാണെങ്കിൽ പോലും നമുക്ക് കഴിവുള്ളവിടെയൊക്കെ ഈശ്വരൻ നമുക്ക് എന്തൊക്കെ കഴിവ് തന്നിട്ടുണ്ടോ ആ മേഖലയിലൊക്കെ നമുക്ക് കഴിവ് തെളിയിക്കാൻ കഴിയുക എന്ന് പറയുന്നത് തന്നെയാണ് ഒരു കലാകാരനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഭാഗ്യം. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ എനിക്ക് ഈശ്വരൻ നല്ലൊരു ശബ്ദം തന്നു. ആ ശബ്ദം എനിക്ക് ഇൻഡസ്ട്രിയിൽ തന്നെ, നമ്മൾ നിൽക്കുന്ന ഇൻഡസ്ട്രിയിൽ തന്നെ അത് ഉപയോഗിക്കാൻ പറ്റി, അത് അംഗീകരിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ഞാൻ ഒരിക്കലും ഈ പറഞ്ഞ പോലെ ആക്ടിങ്ങിന് എനിക്കത് കിട്ടിയില്ലല്ലോ എന്നൊരു തോന്നൽ ഇതുവരെ എനിക്ക് തോന്നിയിട്ടില്ല. അതും വരും. ഇപ്പോൾ ശബ്ദം കൊണ്ട് ഞാൻ തിരിച്ചറിയപ്പെട്ടു എന്ന് പറയുന്നത് ഒരു കാര്യം. മറ്റേ വഴിക്ക് നോക്കുമ്പോൾ ആസ് എൻ ആക്ടർ എന്നെ അറിയപ്പെട്ടില്ലല്ലോ എന്ന് ഞാൻ പറയില്ല. ആ ഒരു വേദന എനിക്കില്ല. കാരണം ഞാനൊരു ആക്ടറാണെന്നുള്ളത് ഇൻഡസ്ട്രിയിൽ ഉള്ളവർക്ക് എല്ലാവർക്കും അറിയാം. അപ്പം അതിൻ്റെ കൂടെ നമ്മൾ ഡബ്ബിങ് കോൺസെൻട്രേറ്റ് ചെയ്തു. ഡബ്ബിങ് കുഴപ്പമില്ലാത്ത രീതിയിൽ ചില കഥാപാത്രങ്ങൾക്ക് ചെയ്യാൻ പറ്റി. അത് ആദ്യം അംഗീകരിക്കപ്പെട്ടു എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ശബ്ദം ആദ്യം അംഗീകരിക്കുക എന്ന് പറയുമ്പോൾ ഒരു ആക്ടറെ സംബന്ധിച്ച് അതൊരു വലിയ പ്ലസ്സാണ്. കാരണം നല്ല ശബ്ദം ഉണ്ടാവുക എന്ന് പറയുന്നത് അതിൽ ഞാൻ ജയിച്ചു. ഇനിയിപ്പോൾ നമ്മുടെ കഴിവും കൂടെ ആക്ടിങ് സൈഡും കൂടെ നമ്മളത് പ്രൂവ് ചെയ്യുക, ഈശ്വരൻ കൂടെ നിൽക്കുമായിരിക്കും. ശരിക്കും പറഞ്ഞാൽ ആക്ടിങ്ങിനേക്കാൾ ചില സമയങ്ങളിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് ഡബ്ബിംഗ് ആണോ ഏറ്റവും മുകളിലെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ ചോദിച്ച പോലെ ഇൻ ഫ്രണ്ട് ഓഫ് ക്യാമറ ആർട്ടിസ്റ്റാണ് വരുന്നത്. ഇതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്യുന്ന സൂപ്പർ താരം വരുന്നില്ല. ഇപ്പോൾ പല വലിയ നടീനടന്മാർക്കൊക്കെ ഈ ഡബ്ബിംഗ് മേഖലയിലുള്ള വലിയ താരങ്ങളില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ ഫ്രണ്ടിൽ നിൽക്കുന്ന താരം ഇല്ലാതായി പോകും. അങ്ങനെ എത്രയോ പേര് പിന്നിലുണ്ട്. ഇപ്പോൾ ഭാഗ്യലക്ഷ്മി ചേച്ചി, ശോഭി തിലകൻ, ശ്രീജ ചേച്ചി, അമ്പിളി ചേച്ചി, ചന്ദ്രമോഹൻ ചേട്ടൻ, കൃഷ്ണേന്ദ്രൻ ചേട്ടൻ, നന്ദു ചേട്ടൻ, അങ്ങനെ ഒരുപാട് പേർ ഇതിൻ്റെ പിന്നിൽ സൂപ്പർ താരങ്ങളുണ്ട്. അപ്പോൾ ഇവരുടെ പല ശബ്ദങ്ങളും ഇന്നത്തെ പല സൂപ്പർ താരങ്ങളുടെയും വരുന്ന പുതുമുഖങ്ങളുടെയൊക്കെ ശബ്ദമാണെന്നുള്ളത് പ്രേക്ഷകർ തിരിച്ചറിയുന്നില്ല. അത് വാസ്തവമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ സിനിമയിൽ തന്നെ ഇപ്പോൾ നേരത്തെ ചോദിച്ച പോലെ പണ്ടൊക്കെ സംവിധായകരുടെ പേരിലാണ് സിനിമ അറിയപ്പെട്ടിരുന്നത്. നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ശശികുമാർ സാറിൻ്റെ പടം, അല്ലെങ്കിൽ കൃഷ്ണനായർ സാറുടെ പടം, സേതുമാധവൻ സാറിൻ്റെ പടം, പത്മരാജൻ്റെ പടം, അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്ന് ഡയറക്ഷൻ്റെ കൂടെ ക്രൂ എന്ന് പറഞ്ഞ സാധനം കൂടെ വന്നു തുടങ്ങി. ഇപ്പോൾ ഇന്നത്തെ സൂപ്പർ സ്റ്റാർ ഡയറക്ടേഴ്സ് വരെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ രഞ്ജിത്ത് ആൻഡ് ക്രൂ, അപ്പോൾ അങ്ങനെ ഒരു സാധനം വന്നു തുടങ്ങി. അപ്പോൾ ടോട്ടൽ ഇപ്പോൾ ചോദിച്ച പോലെ എല്ലാവരും ഒരേ തട്ടിലാണ്, അല്ലെങ്കിൽ ഒരേപോലെ ഹാർഡ് വർക്ക് ചെയ്യുന്നവരാണ്. സിനിമയ്ക്ക് ആ ഒരു റെസ്പെക്റ്റ് എല്ലാ മേഖലയിലും കിട്ടിത്തുടങ്ങി എന്നുള്ളതിനൊരു എന്താ പറയുക, ആ ഒരു അംഗീകാരം കൂടിയാണ് എല്ലാ മേഖലയിലും. ഇപ്പോൾ സിനിമ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഡയറക്ഷൻ ടു ദി പ്രൊഡക്ഷൻ ബോയ് എന്നുള്ളതാണ്. അപ്പോൾ അത് വളരെയധികം സന്തോഷം തോന്നാറുണ്ട്. എല്ലാവർക്കും ഒരുപോലെ വില കിട്ടുന്നു എന്നുള്ളൊരു സാധനം. ഇപ്പോൾ നമ്മുടെയൊക്കെ പേര്, ഇപ്പോൾ ഭാഗ്യലക്ഷ്മി ചേച്ചി പറഞ്ഞു കേട്ടിട്ടുണ്ട്, പണ്ടൊക്കെ സിനിമകളിൽ വർക്ക് ചെയ്യുമ്പോൾ അവരോടൊന്നും പേരുണ്ടാവാറില്ല. ഈ ഡബ്ബിംഗ് എന്ന് പറയുന്നൊരു സാധനം കാണിക്കുകയില്ല. പക്ഷെ ആ ഒരു ടൈറ്റിൽ കാർഡിന് വേണ്ടി ചേച്ചിയും ചേച്ചിയുടെ കൂടെ നിന്നവരൊക്കെ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ആ ഒരു ഡബ്ബിംഗ് എന്ന് പറയുന്നൊരു ടൈറ്റിൽ ഉണ്ടാക്കിയതെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഭാഗ്യചേച്ചിയൊക്കെ എത്ര പേർക്കാണ്, എത്രയോ 10,000-കണക്കിന് കഥാപാത്രങ്ങൾ ഈ പറഞ്ഞ പോലെ മൈക്കിൻ്റെ പിന്നിൽ നിന്ന് അഭിനയിച്ച് മൈക്കിൽ നിന്ന് മാറാതെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതുപോലെ നമ്മൾ ചില കഥാപാത്രങ്ങൾക്ക് ചെയ്യുമ്പോൾ ചില സമയത്ത് എനിക്ക് തോന്നും, ഈശ്വര എനിക്ക് ആ വേഷം കിട്ടിയിരുന്നെങ്കിൽ. ഡയറക്ടേഴ്സ് ചിലപ്പോൾ പറയും, ഇവനെയൊക്കെ വെച്ച് അഭിനയിപ്പിക്കേണ്ടി വന്നല്ലോ എന്ന് നമ്മളോട് പലപ്പോഴും പറയാറുള്ളതാണ്. പക്ഷെ എന്തോ അതൊരു ഭാഗ്യക്കേടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. വിഷമമാണ് ഈശ്വര എനിക്ക് കാരണം അത് ഞാനൊരു ആക്ടർ ആയതുകൊണ്ടായിരിക്കാം എനിക്കങ്ങനെ തോന്നുന്നു, ഈശ്വര എനിക്ക് ചെയ്താൽ മതിയായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ. പക്ഷേ അതുകൊണ്ട് ഞാൻ ഒരിക്കലും ആ നടനെ ഇല്ലാതാക്കുകയോ അല്ലെങ്കിൽ എന്താ പറയുക, പരമാവധി എന്നാൽ കഴിയുന്ന രീതിയിൽ അതിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ട് ചെയ്യാനേ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ. ടെക്നീഷ്യന് അവാർഡ് കിട്ടുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് അവൻ്റെ ടാലൻറ്റ് കാണിച്ചിട്ട് തന്നെ ആയിരിക്കും, അതിന് യാതൊരു സംശയമില്ല. അത് അംഗീകരിക്കാത്തില്ല. ഇപ്പോൾ ചാനലുകൾ അവാർഡ് സംഘടിപ്പിക്കുന്ന സമയത്ത് അവരെയും കൂടെ പരിഗണിക്കണം എന്നാണ് എൻ്റെ ഒരു വിനീതമായിട്ടുള്ള അഭ്യർത്ഥന. കാരണം ഇതിൻ്റെ പിന്നിലുള്ള എഫേർട്ട്
ഇപ്പോൾ പരമാവധി പോയാൽ എനിക്ക് തോന്നുന്നു ചില അവാർഡുകൾ ക്യാമറമാൻ വരെ, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഇതിൻ്റെ എഡിറ്റർ ആരാണെന്നോ അല്ലെങ്കിൽ ഇതിൻ്റെ മറ്റ് സെക്ഷൻസിൽ വർക്ക് ചെയ്തിട്ടുള്ള ആർട്ട് ഡയറക്ടർ ആരാണെന്നോ മേക്കപ്പ് ആരാണെന്നോ ഇതൊന്നും പലപ്പോഴും ആരും അറിയാറില്ല. ഇൻഡസ്ട്രിയിലുള്ളവർ അറിയുമെന്നല്ലാതെ പ്രേക്ഷകരിലേക്ക് അത് എത്തിക്കുന്നില്ല. അതെന്തോ ഒരു വിലകേട് പോലെ പല ആൾക്കാരും കാണാറുണ്ട്. അത് കാണരുത് എന്നുള്ള, കാരണം ചിലപ്പോൾ ഒരുപക്ഷെ മേക്കപ്പ് കൊണ്ടായിരിക്കാം ആ ക്യാരക്ടർ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടാവുക, പക്ഷെ ആ മേക്കപ്പ് മാൻ അവാർഡ് കൊടുക്കില്ല. അതിൻ്റെ സംവിധായകനോ അതിൻ്റെ എഴുത്തുകാരനോ അല്ലെങ്കിൽ ആ നടനൊക്കെ ആയിരിക്കും അവാർഡ് കൊടുക്കുന്നത്. അപ്പോൾ അത് ഒന്ന് മാറ്റി ചിന്തിക്കേണ്ട വിഷയമാണ്. ഈ പറയുന്ന എല്ലാവരുടെയും എഫേർട്ട് ഒരുപോലെയാണെന്നുള്ളത് ഈ പറയുന്ന അവാർഡ് കമ്മിറ്റികൾ കാണണം. ഇപ്പോൾ ഈ അവാർഡ് എനിക്ക് കിട്ടിയതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. ചോദിച്ച പോലെ ഒരു ടെക്നീഷ്യൻ എന്നുള്ള ലെവലിലും കൂടെ നമ്മൾ അറിയപ്പെട്ടു എന്നുള്ളതാണ്. നമുക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു മേഖലയിൽ നമ്മുടെ ടാലൻറ്റ് കാണിക്കാൻ പറ്റി. അപ്പോൾ നമുക്കൊരു ക്യാരക്ടർ ഡബ്ബിങ്ങിന് തരുമ്പോൾ നമ്മളൊരു ഒറ്റ സീൻ അല്ലെങ്കിൽ 2 സീൻ കൊണ്ട് നമ്മൾ ആ ക്യാരക്ടറിനെ നമ്മൾ പഠിക്കും. എന്തായിരിക്കാം ആ മനുഷ്യൻ അവിടെ ചെയ്തിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ഞാൻ തുടങ്ങുന്നതിന് മുമ്പ് ഡയറക്ടറോട് ചോദിക്കും, എന്താണ് ഈ ക്യാരക്ടർ, ഇയാൾക്ക് എന്തെങ്കിലും ചേഞ്ചസ് പിന്നെ ഉണ്ടോ, ഈ ശബ്ദത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ, അതായത് സോഫ്റ്റ്നെസ് ആക്കണോ അല്ലെങ്കിൽ ഹാർഡാക്കണോ, എന്തെങ്കിലും ഭാഷയിലുള്ള വ്യത്യാസങ്ങളുണ്ടോ, ഇതൊക്കെ ചോദിച്ചിട്ടാണ് ഞാനൊരു ക്യാരക്ടർ, അതിപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും ഞാൻ ചെയ്യാറുള്ളത്. ഇപ്പോൾ എനിക്ക് തോന്നിയ ഞാനൊരു എക്സാമ്പിൾ പറയാം. അപൂർവരാഗം എന്ന് പറഞ്ഞൊരു സിനിമ, ശ്രീ സിബി മലയിൽ സാറിൻ്റെ സിനിമയിൽ വിനയ് ഫോർട്ടിന് ഞാനാണ് ഡബ് ചെയ്തിരുന്നത്. അപ്പോൾ സാറ് ഡബ് ചെയ്യാൻ വിളിച്ചപ്പോൾ എന്നോട് ആദ്യം പറഞ്ഞു, ശരൺ ഇതൊരു സോഫ്റ്റ് ക്യാരക്ടറാണ്, അപ്പോൾ കുറച്ച് ഇത്രയും വെയിറ്റ് വേണ്ട ശബ്ദത്തിന്, വളരെ സോഫ്റ്റായിട്ട് ഒരു പാവം നാരായണൻ എന്ന് പറയുന്നൊരു ക്യാരക്ടറാണ്, പേടിത്തൊണ്ടനും അങ്ങനത്തെ ഒരു. അപ്പോൾ ഞാൻ ശരി എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്തു തുടങ്ങിയപ്പോൾ അതൊരു പേടിത്തൊണ്ടൻ മാത്രമല്ല, കുറച്ച് സ്ത്രൈണതയുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ എനിക്ക് ഞാനൊന്ന് പിൻവലിഞ്ഞു, കാരണം ഇത് ചേരുമോ, കാരണം എനിക്കത് പറ്റുമോ. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, സാർ ഒന്ന് ട്രൈ ചെയ്യൂ, നമുക്ക് നോക്കാം. എന്താ അങ്ങനെ എന്നെക്കൊണ്ട് പറ്റില്ല, അങ്ങനെ ഒരു ഭയങ്കര. അപ്പം നമുക്ക് തന്നെ ഒരു വല്ലാത്ത ആദ്യം ഒരു ജാള്യത തോന്നി. എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല. സാർ വേണോ എന്ന് ചോദിച്ചു. നന്നായിട്ടുണ്ട്, അതുപോലെ തന്നെ ചെയ്തോളൂ. അപ്പം ഞാൻ ഫുൾ സിനിമ ഇങ്ങനെ തന്നെ ചെയ്യേണ്ടി വരുമോ, വിനയ് ഫോർട്ട് എന്നെ തല്ലുമോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷേ ഇൻ്റർവെല്ല് കഴിഞ്ഞപ്പോഴാണ് സാർ ആ സർപ്രൈസ്, സാറ് പോലും പറഞ്ഞില്ല, ആ ക്യാരക്ടർ വില്ലനായിരുന്നു. ഇൻ്റർവെല്ലിന് ശേഷം അവൻ്റെ ക്യാരക്ടർ അങ്ങ് മാറി. ഈ സ്ത്രൈണത അവൻ അഭിനയിച്ചതാണ്. പിന്നെ ഇവനങ്ങ് വേറൊരു ലെവലിലേക്കായിപ്പോയി. എനിക്കങ്ങ് മനസ്സുകൊണ്ടും ഒരു ആക്ടർ എന്നുള്ളത് കൊണ്ടും ഒരു ഡബ്ബിങ് ആർട്ടിസ്റ്റ് എന്നുള്ളത് ഞാൻ എന്തൊക്കെയോ പ്രതീക്ഷിച്ചു. വളരെയധികം അംഗീകരിക്കപ്പെടുന്നൊക്കെ എനിക്ക് തോന്നി. ഞാൻ ശരിക്കും അങ്ങനെയൊക്കെ വിചാരിച്ചു, ഇതൊരു ചേഞ്ച് ആയിരിക്കും. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ അത്രയും എഫേർട്ട് എടുത്ത ആ ഒരു മൂവി ഇപ്പോൾ പലരും, ഇപ്പോൾ നമുക്ക് വളരെ വേണ്ടപ്പെട്ടവർ എന്നെ വിളിച്ചിട്ട് ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തു. പക്ഷേ ഇപ്പോഴും പറഞ്ഞ മാതിരി ഞാനാണത് ഡബ് ചെയ്തതെന്നോ അല്ലെങ്കിൽ അതിനു വേണ്ടി എടുത്ത എഫേർട്ട് എന്താണെന്നോ പ്രേക്ഷകർക്കറിയില്ല.